Hey all, good evening. Welcome to Rise Up Daily Answer Writing Club. ഇന്ന് നമ്മുടെ ഡെയിലി ആൻസർ റൈറ്റിംഗിൻ്റെ ഡേ 22 ആണ്. ആൻഡ് ടുഡേയ്സ് ക്വസ്റ്റ്യൻ is a history question. And the question is, the ancient civilization in Indian subcontinent differed from those of Egypt, Mesopotamia and Greece in that its culture and tradition have been preserved without a breakdown to the present day. Comment. എന്താണ് ക്വസ്റ്റ്യൻ? Ancient civilization of Indian subcontinent were different from those of Egypt, Mesopotamia and Greece. Egypt, മെസപ്പൊട്ടോമിയയിൽ നിന്നും നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൻ്റെ ancient civilization were different. And its culture and tradition has been preserved without breakdown to the present day. ഇപ്പോഴും അതെന്ത് ചെയ്യുന്നുണ്ട്? പ്രിസർവ് ചെയ്യുന്നുണ്ട്. സോ അതിനോട് കമൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ വെൻ ദ കീവേഡ് ഇസ് കമൻറ്റ്, നമ്മൾ ഒരു സൈഡ് ഒരു പാർട്ട് മാത്രം, അതായത് ഒരു ഭാഗം അത് പ്രിസർവ് ചെയ്യുന്നു എന്ന് മാത്രം അഡ്രസ്സ് ചെയ്താൽ മതി. ആൻഡ് എന്താണ് ഫസ്റ്റ് തിങ് ഇസ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ആൻഷ്യൻ സിവിലൈസേഷൻ ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് ഡിഫേർഡ് ഫ്രം ദോസ് ഓഫ് ഈജിപ്റ്റ്, മെസപ്പൊട്ടോമിയ, ഗ്രീസ്, ഈ പാർട്ട് അഡ്രസ്സ് ചെയ്യണം. ആൻഡ് ഹൗ ഇറ്റ് ഈസ് പ്രിസർവ്ഡ് ടിൽ ടുഡേ വിത്തൗട്ട് ബ്രേക്ക് ഡൗൺ എന്ന പാർട്ടും അഡ്രസ്സ് ചെയ്യണം. ഓക്കെ, സോ ഇൻട്രോ എങ്ങനെ എഴുതാം? ആൻഷ്യൻ സിവിലൈസേഷൻ ലൈക്ക് ഈജിപ്റ്റ്, മെസപ്പൊട്ടോമിയ, ലാൻഡ്, ഇന്ത്യ ആൻഡ് ഗ്രീസ് laid humanity's foundation pillars. While Egypt and Mesopotamia declined, Greece transformed, India uniquely preserved its cultural continuity, making it a living civilization. എന്താ പറയുന്നത്? നമ്മുടെ ഹ്യൂമാനിറ്റിയുടെ ഫൗണ്ടേഷൻ പില്ലർ നൽകിയിട്ടുള്ളത് തന്നെ ഈ പറയപ്പെടുന്ന ആൻഷ്യൻ സിവിലൈസേഷനാണ്. ബട്ട് ഈജിപ്തും മെസപ്പൊട്ടോമിയയും ഡിക്ലൈൻ ചെയ്യുകയും ഗ്രീക്ക് സിവിലൈസേഷൻ ഭയങ്കരമായിട്ട് ട്രാൻസ്ഫോം ചെയ്യുകയും ചെയ്തപ്പോഴും ഇന്ത്യൻ സിവിലൈസേഷൻ കുറച്ചും കൂടെ നന്നായിട്ട് ത്രൂ ഔട്ട് ദ ജനറേഷൻ പ്രിസർവ് ചെയ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞൊരു ഇൻട്രോ കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഇൻട്രോ കൊടുക്കാം? Unlike Egypt's monumental ruins, Mesopotamia's lost cities, Greece's absorbed legacy, ancient India's tradition like religion, language, social system remains vibrant, showcasing an unbroken civilizational thread. ഈജിപ്തിൽ ഇപ്പോൾ എന്ത് മാത്രമാണ് ബാക്കിയുള്ളത്? ആ ഒരു മോണുമെൻ്റൽ റൂയിൻസ് മാത്രമാണ് ബാക്കിയുള്ളത്. മെസപ്പൊട്ടോമിയയിൽ ലോസ്റ്റ് സിറ്റീസാണ്. ഗ്രീസിൽ അബ്സോർബ് ലെഗസി മാത്രമാണ്. ബട്ട് ഇന്ത്യയുടെ കേസിൽ അത് ത്രൂ ഔട്ട് ദ ജനറേഷൻസ്, റിലീജിയൻ ആണെങ്കിലും ലാംഗ്വേജ് ആണെങ്കിലും സോഷ്യൽ സിസ്റ്റം ആണെങ്കിലും അത് വൈബ്രൻ്റ് ആയിട്ട് ത്രൂ ഔട്ട് ദ ജനറേഷൻ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഇൻട്രോ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ പേപ്പർ 1 ആണ്, ഒരു മാപ്പിൽ അതൊന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കുക. ഈജിപ്ത് ആ ഒരു 4 റിവർ വാലി സിവിലൈസേഷൻ എവിടെയായിരുന്നു എന്ന്. മറ്റേ ചൈനീസിലെ ഹുവാങ് സിവിലൈസേഷൻ ഉണ്ട്, ഇന്ത്യയിലെ ഹാരപ്പൻ സിവിലൈസേഷൻ ഉണ്ട്, ഈജിപ്തിൽ നൈലിൻ്റെ അവിടെ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഉണ്ട്, ദെൻ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ, ഗ്രീസിൽ ഗ്രീക്ക് സിവിലൈസേഷൻ ഉണ്ട്. സോ ഈ ഒരു മാപ്പ് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഗ്രേറ്റ്. കാരണം നമ്മുടെ പേപ്പർ GS 1 ആണ്. GS 1 നമ്മൾ മാപ്പും ഫിഗേഴ്സൊക്കെ ആഡ് ചെയ്യുന്നത് ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് തന്നെയാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ദെൻ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റൻ ആണ് അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. ആൻഷ്യൻ സിവിലൈസേഷൻ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് ഡിഫേർഡ് ഫ്രം ഈജിപ്റ്റ്, മെസപ്പൊട്ടോമിയ ആൻഡ് ഗ്രീസ്. ആ പാർട്ടാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. സോ എങ്ങനെയാണ്? കമ്പാരിറ്റീവ് അനാലിസിസ് ആണ് കൊടുത്തിട്ടുള്ളത്. ടൈം പീരീഡ് വെച്ച് ഈ ആസ്പെക്റ്റ് ഇന്ത്യ, ഈജിപ്റ്റ്, ഗ്രീക്ക്, മെസപ്പൊട്ടോമിയ, ഇങ്ങനെ ഒരു കമ്പാരിറ്റീവ് അനാലിസിസ് ആണ് കൊടുക്കാൻ പോകുന്നത്. സോ ടൈം പീരീഡ് ഏകദേശം എല്ലാവരുടെയും ഏകദേശം ഒരേ ഒരു ടൈം പീരീഡ് തന്നെയാണ് വരുന്നത്. ഓക്കെ, ദെൻ ജോഗ്രഫി എവിടെയാ? ഇന്ത്യയുടേത് ഇൻഡസ് ഗംഗ റീജിയനിലാണ്. മെസപ്പൊട്ടോമിയയുടേത് ടൈഗ്രിസ് യൂഫ്രൈറ്റ്സിസ് റീജിയനിലാണ്. ദെൻ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ നൈൽ റിവറിൻ്റെ അവിടെയാണ്. ചൈനീസ് സിവിലൈസേഷൻ യാങ്സെ റിവറിൻ്റെ അവിടെയാണ്. സോ ആ ഒരു ജോഗ്രഫിക്കൽ ആസ്പെക്റ്റ് കൂടെ കൊടുക്കാം. ദെൻ പൊളിറ്റിക്കൽ സിസ്റ്റം എങ്ങനെയായിരുന്നു? ഇന്ത്യയിൽ ജനപദ സിസ്റ്റം ആയിരുന്നു. അവിടെ ഗ്രീസ് എന്തായിരുന്നു? ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ്സ് ആയിരുന്നു. ഈഥൻസ്, സ്പാർട്ടാസ് ഒക്കെ വരുന്നത്. ഓക്കെ, ദെൻ കൾച്ചറൽ കണ്ടിന്യൂറ്റി അൺബ്രോക്കൺ ആണ്, ലിവിങ് ട്രഡീഷൻ ഉണ്ട്. കൾച്ചറൽ കണ്ടിന്യൂറ്റിയിൽ സിഗ്നിഫിക്കൻറ്റ് ബ്രേക്ക് ഡൗൺ ഉണ്ടായിട്ടുണ്ട്, ലോസ്റ്റ് ഓർ റീപ്ലേസ്ഡ്. ഇനി ആ ഒരു ബേസിക് ആയിട്ട് എന്താണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് അത് ഡിഫർ ചെയ്യുന്നത്? റിലീജിയൻ എന്താണ്? ആൻഷ്യൻ ഡൈറ്റീസ് ആൻഡ് റിച്വൽസ് സ്റ്റിൽ അഡാപ്റ്റ് സ്റ്റിൽ പ്രാക്ടീസ്ഡ്.
ആൻഡ് ഇവിടെ ബാക്കിയുള്ളിടത്ത് ആൻഷ്യൻ റിലീജിയൻസ് റീപ്ലേസ്ഡ് ബൈ ക്രിസ്ത്യാനിറ്റി ആൻഡ് ഇസ്ലാം. ഇന്ത്യയിൽ എന്താണ് ആ ഒരു ഹിന്ദുയിസം തന്നെയാണ് ഇപ്പോഴും എന്ത് ചെയ്തത് മെജോറിറ്റി ആളുകൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദെൻ ലാംഗ്വേജ് സംസ്കൃത് ആൻഡ് ഡെറിവേറ്റീവ്. സ്റ്റിൽ നമ്മുടെ ദ്രാവിഡിയൻ ലാംഗ്വേജും നോർത്ത് ഇന്ത്യൻ ആര്യൻ ലാംഗ്വേജൊക്കെ സ്റ്റിൽ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ സാൻസ്ക്രിത് ലാംഗ്വേജ്. ആൻഷ്യൻ ലാംഗ്വേജ് ലാർജ്ലി എക്സ്റ്റിങ്ക്റ്റ് ആൻഡ് സെറിമോണിയലാണ്. ദെൻ art and craft, ancient technique and style continue. Okay. Then assimilation of influence, absorbed and adapted external elements, but still അതിൻ്റെ ആ ഒരു ബേസിക് ആയിട്ടുള്ള ഫോം ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. മറ്റേ ഇവിടെ എന്താണ് മറ്റിടത്ത് റീപ്ലേസ്ഡ് ബൈ ഡോമിനൻറ്റ് ന്യൂ കൾച്ചേഴ്സ്. സോ എങ്ങനെയാണ് കണ്ടിന്യൂറ്റി ഓഫ് ഇന്ത്യൻ സിവിലൈസേഷൻ സ്റ്റിൽ ഹാപ്പൻ ചെയ്യുന്നത് എന്ന് മെൻഷൻ ചെയ്യാം. സീക്രട്ട് ആർക്കിടെക്ചർ. ഇന്ത്യൻ ടെമ്പിൾ ആർക്കിടെക്ചർ ഇവോൾവ് സീംലെസ്ലി ഫ്രം ഗുപ്ത ടു ചോള പീരീഡ് സാഞ്ചി ടു ബൃഹദേശ്വര, while others like Egyptian pyramid, Mesopotamian ziggurats become functionally absolute. ആ ഒരു നമ്മുടെ ഹിസ്റ്ററിയിലേക്ക് പോവുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആൻ ഇവല്യൂഷൻ. അതായത് എവിടുന്ന് എവിടേക്ക് നമ്മുടെ ഗുപ്ത ടു ചോളാസിലേക്ക് ഒരു എവല്യൂഷൻ ഉണ്ട്. വീണ്ടും ഇപ്പോഴും ആ ഒരു എവല്യൂഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളൊരു ടെമ്പിൾ ആർക്കിടെക്ചർ, എന്ത് ആർക്കിടെക്ചർ ആണെങ്കിലും. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ഈജിപ്ത് ഓർ സംതിങ്, ആ ഒരു പിരമിഡ്സ് ഒക്കെ അവിടെ ഒബ്സല്യൂട്ട് ആയിട്ടാണ് നിൽക്കുന്നത്. അവിടുന്ന് പിന്നീട് അങ്ങോട്ടുള്ളൊരു ഇവല്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കാണാൻ പറ്റുന്നില്ല. ദെൻ ലിവിങ് ആർട്ടിസ്റ്റിക് ട്രഡീഷൻസ്. ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ്, മ്യൂസിക് ആൻഡ് ഫോക്സ് ആർട്ട്, ഇൻഡിപെൻഡൻസ് ആൻഡ് ആൻഷ്യൻ റൂട്ട്, ബട്ട് അതേഴ്സ് ഗ്രീക്ക് തിയേറ്റർ, ഈജിപ്ഷ്യൻ തോമ്പാട്ടൊക്കെ എന്താണ് സീസ്ഡ് ലിവിങ് ട്രഡീഷനാണ്. ദെൻ ഐക്കണോഗ്രഫി ആൻഡ് സിംബോളിസം. ഹിന്ദു ബുദ്ധിസ്റ്റ് ഐക്കണോഗ്രഫി റിമെയിൻസ് കൾച്ചറലി റെലവൻ്റ് ആണ്. ഇപ്പോഴും നമ്മൾ എന്താണ് ഹിന്ദു ക്രിസ്ത്യൻ ഐക്കണോഗ്രഫി, ലോട്ടസ്, ത്രിശൂല്, ബുൾ ഐക്കൺസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രിസർവ് ചെയ്യുന്നുണ്ട്. മെസപ്പറ്റോമിയൻ സിലിണ്ടർ സീൽസ്, അങ്ക് സിമ്പിൾസ് ഒക്കെ റെലിക്സ് ആയിട്ട് മാത്രമേ സർവൈവ് ചെയ്യുന്നുള്ളൂ. അവരുടെ സൊസൈറ്റിയിൽ ഇപ്പം അതിന് വലിയൊരു ഇമ്പോർട്ടൻസ് നമുക്ക് കാണാൻ കഴിയില്ല. ടെക്സ്റ്റൈൽസ് ആൻഡ് ക്രാഫ്റ്റ് കണ്ടിന്യൂറ്റി. ഡൈയിങ്, വീവിങ്, ബനാറസി സിൽക്ക്, ജ്വല്ലറി ഡിസൈൻ ട്രേസ് ബാക്ക് ടു ഹാരപ്പൻ ടൈംസ്. പക്ഷേ ഗ്രീക്കിലെ പേർപ്പിൾ ഡൈ ഒക്കെ എന്താണ് നമ്മൾ ഇപ്പം അങ്ങനെ കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക. പിന്നെ റിലീജിയസ് ആൻഡ് കൾച്ചറൽ അബ്സോർപ്ഷൻ. നേറ്റീവ് റിലീജിയൻസ് റീപ്ലേസ്ഡ് ഇൻ ഈജിപ്റ്റ് ക്രിസ്ത്യാനിറ്റി ആൻഡ് ഇസ്ലാം, ആൻഡ് ഇൻ ഇന്ത്യ ഹിന്ദുസം അസിമുലേറ്റഡ് ഇൻവേഡേഴ്സ് ലൈക്ക് ഇൻഡോ ഗ്രൂക്സ് കുഷാൻസ് ത്രൂ സിങ്ക്രിറ്റിസം. ഓക്കെ. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെമ്മറി സിസ്റ്റം. Others relied on vulnerable institutions. Mesopotamian temples destroyed in India, Mesopotamian temples destroyed in India dual transmission ആയിരുന്നു. മറ്റിടത്ത് വൾണറബിൾ ആയിരുന്നു. ഇവിടുത്തെ ടെമ്പിൾസ് ഒക്കെ ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ അതൊരു ഡുവൽ ട്രാൻസ്മിഷൻ ആയിരുന്നു, ഓറൽ ടു റിട്ടേൺ. സോ പ്രിസർവ്ഡ് ആസ് വേദാസ് ആൻഡ് ഉപനിഷത്ത്. ദെൻ സെൽഫ് റിനോയിങ് ഫിലോസഫിക്കൽ കോർ. Concept like dharma, karma allowed ethical adaptation to change, but Greek-Roman state religions become obsolete with Christianity, and Mesopotamian cosmology couldn't absorb new ideas. എന്ത് പറ്റി? ഇന്ത്യയിലെ മറ്റേ ധർമ്മ കർമ്മ ആ ഐഡിയൽസൊക്കെ സ്റ്റിൽ നമ്മുടെ സൊസൈറ്റിയിലും ഇവോൾവ് ആണ്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു റോമൻസ് ആൻഡ് ഗ്രീസ്, ഇവിടെ എന്ത് വന്നു? ക്രിസ്ത്യാനിറ്റി ഐഡിയാസും ഇസ്ലാമിസ്റ്റ് ഐഡിയാസും ഒക്കെ വന്നിട്ട് അതിനെന്ത് ചെയ്തിട്ടുണ്ട്? റീപ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ ഇൻ കൺക്ലൂഷൻ വാട്ട് വി ക്യാൻ സേ, while Egypt and Mesopotamia fell to Persian, Greek and Islamic conquest, and Greece transformed under Rome, India's civilizational ethos reflected in festivals, language and spiritual practices persist, making it a unique interrupted legacy. Okay. While Egypt, Mesopotamia fell to Persian, ഗ്രീക്ക് ആൻഡ് ഇസ്ലാമിക് കോൺക്വസ്റ്റ്, ഇന്ത്യയിൽ എന്തുണ്ട്? ആ ഒരു ഫ്ലോ നമ്മുടെ ഡാൻസ്, ലാംഗ്വേജ്, സ്പിരിച്വൽ പ്രാക്ടീസിലൊക്കെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്ത് കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കൺക്ലൂഷൻ കൊടുക്കാം. അല്ലെങ്കിൽ എന്തു പറയാം? അൺലൈക്ക് ഈജിപ്ത്, മെസപ്പറ്റോമിയ ആൻഡ് ഗ്രീസ്, ഇന്ത്യൻ സിവിലൈസേഷൻ എൻവേർഡ് ത്രൂ adapted traditions, geographical resilience and cultural synthesis, making it world's only ancient civilization to survive as a living continuum into the modernity. ഇങ്ങനെ പറഞ്ഞും ഒരു കൺക്ലൂഷൻ കൊടുക്കാം. സോ ഈ ഒരു ആൻസർ ഭയങ്കര ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ആൻഡ് ഭയങ്കര സുഖമായിട്ട് എഴുതാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഇഫ് വി ഹാവ് കണ്ടന്റ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു ഓൾ.